വാട്ട്സ്ആപ്പ് ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ടോട്ടൽ മോഡിഫിക്കേഷനും അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ സാധനങ്ങളുടെ അവൈലബിലിറ്റിയും അതിനെപ്പറ്റിയാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വണ്ടിയുടെ ഒരു ഫുൾ റോക്ക് അറൗണ്ട് കാണിക്കാം. ഞാൻ ഏതാണ്ട് 2,500-3 രൂപയോളം വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള വർക്കൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ എൻജിൻ പാർട്ടിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പുറത്തുനിന്ന് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. പിന്നെ ടൈൽ ഉണ്ടല്ലേ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികം, വടിയോ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ മഡ്ഗാർഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എൻജിൻ പാർട്ടിലോട്ടൊന്നും ടച്ച് ചെയ്തിപ്പോൾ ഇവിടെ ടൗണിലോ അല്ലെങ്കിൽ കടയിലോ എവിടെയെങ്കിലുമൊക്കെ എനിക്കിപ്പോൾ ആ ഒരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ, ഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം ഡിയോയും കൊണ്ട് ഇവിടെ കടയിലോ അടുത്ത് ടൗണിലോ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് പിള്ളേർ വന്ന് ചോദിക്കും, ചേട്ടാ എത്രയായി മോഡിഫിക്കേഷൻ, കൊള്ളാലോ. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ലൈറ്റൊക്കെ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ആർക്കാനുള്ള സ്വാഭാവികമായിട്ട് ഇഷ്ടം തോന്നും. അതിപ്പോൾ എൻ്റെ വണ്ടി എന്നല്ല, ഏത് വണ്ടി വെച്ചാലും നല്ല അടിപൊളിയായിരിക്കും. അപ്പം അവരെല്ലാവരോടും ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ചേട്ടാ ഇത് മൊത്തം എത്ര രൂപയായി പണിതിറക്കിയത്. അങ്ങനെ ചോദിക്കത്തില്ല, ചേട്ടാ മോഡിഫിക്കേഷനാണല്ലോ എത്രയായി, അതാണ് ചോദിക്കാറ്. സ്വാഭാവികമായിട്ടും പറയും ഇന്നതിന് ഇത്ര രൂപയായി, ഇന്നതിന് ഇത്ര പൈസയായി എന്ന് പറയും. അപ്പം അവർക്ക് കാര്യം മനസ്സിലാവുകയില്ല. എന്തുകൊണ്ടോ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അവർ വിചാരിക്കും ഇതിനൊക്കെ ഇത്ര വിലയുള്ളോ, കാണുമ്പോൾ വലിയ വിലയുള്ള കാര്യമായിട്ട് തോന്നുമില്ല. അതിപ്പോൾ ബുള്ളറ്റിൻ്റെയൊക്കെ പാർട്സ് വെച്ച് കമ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ V3-യുടെയൊക്കെ ഒന്നും വേണ്ട അക്രപ്പോച്ചിൻ്റെ ഒരു എക്സോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നും. ഈ കാക്ക എന്ന് ഞാൻ തല്ലിക്കൊല്ലു. ഇപ്പോൾ ഞാൻ എടുത്ത് പറയാൻ പോകുന്നൊരു സംഭവമാണ് ഈ അടിച്ചേക്കുന്ന ഐറ്റം. ബിലീവ് എന്നാണ് അടിച്ചേക്കുന്നത്. ബിലീവ്, വിശ്വാസം. അത് എന്തുകൊണ്ട് അടിച്ചതെന്നൊന്നും അറിയത്തില്ല, അന്നേരം പോയി അടിക്കാൻ തോന്നി ചെയ്തു. അതിന് ഏതാണ്ട് 60 രൂപ 70 രൂപയൊക്കെ ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിക്കർ ചെയ്യുന്ന എല്ലാ വർക്കിലും അവർ ചെയ്തു തരും. പറഞ്ഞാൽ മതി ഇന്ന പോലെ ഇത്ര സൈസിൽ ഇന്ന വേർഡ് അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം ചെയ്തു തരും. അത് പെട്ടെന്നൊരു ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് പോയി ചെയ്താൽ. പിന്നെ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ടെയിൽ കട്ട് ചെയ്യുന്നതിനെ പറ്റി വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. നമ്മുടെ കട്ടർ ഉണ്ടെങ്കിൽ ആർക്കും വേണം കട്ട് ചെയ്യാൻ. അതിന് ആക്സോ ബ്ലേഡ് വെച്ച് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കറക്റ്റ് അവിടെ മറ്റേ സാധാ മഡ്ഗാർഡ് ആണെങ്കിൽ അവിടെ ആ കറക്റ്റ് കട്ട് ചെയ്യേണ്ട ഭാഗമുണ്ട്, അതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പെർഫെക്ഷൻ ഒന്നും നോക്കൊന്നും വേണ്ട, അടിഭാഗമല്ലേ, ആരും കുഞ്ഞ് നോക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പം അടുത്തായിട്ട് പറയാൻ പോകുന്നത് ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്റർ. ഞാൻ സാധാരണ ഇതെല്ലാവരും സ്റ്റിക്കർ ചെയ്യാറാണ് പതിവ്. ഞാനിത് സ്റ്റിക്കർ ചെയ്തേക്കില്ല, ഞാനിത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. ബ്ലാക്ക് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ ടേപ്പ് അത്രയും ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ഫുള്ളൊന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ച് വിട്ടേക്ക് വരുന്നത്. 2-3-4 കോട്ട് അടിച്ചെന്ന് തോന്നുന്നു. 3-4 കോട്ട് അടിച്ചേക്കും. പിന്നെ ഇതൊന്നും പേപ്പർ ടേപ്പ് വെച്ച് ചെയ്തപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. കാരണം ഈ സൈഡിലോട്ടൊക്കെ ഇങ്ങോട്ട് കയറിപ്പോരുകയൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ നമ്മൾ ബ്ലേഡ് വെച്ചൊക്കെ ചുരണ്ടി കളയുക. പിന്നെ എന്നിട്ട് നമ്മുടെ നെയിൽ പോളിഷിൻ്റെ റിമൂവറില്ലേ, അതൊക്കെ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഷൈനി ആയിട്ട് നിൽക്കും. ആ ഒരു നെയിൽ പോളിഷിൻ്റെ അതിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് ഇത്രയെങ്കിലും തിളക്കത്തിൽ നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം ദൂരെ നോക്കിയാൽ കുഴപ്പമൊന്നും തോന്നത്തില്ല, അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റിൻ്റെ അറ്റത്തെ പൈപ്പുണ്ട്, ഇവിടെ അറ്റത്തൊരു പൈപ്പ് എക്സ്ട്രാ പ്രൊജക്ഷൻ വരും. ആ പൈപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും തന്നെ നീളത്തിൽ അകത്തോട്ടൊരു പൈപ്പുണ്ട്, അത് ഊരി കളഞ്ഞിട്ടുണ്ട്. കുറച്ച് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ബാസ് ഒന്ന് കൂടി നിൽക്കും എക്സോസ്റ്റ് നോട്ടിൻ്റെ, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു. ഓക്കെ, അപ്പം അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ഈ ഹാൻഡിൽ ഗാർഡിനെ പറ്റിയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഈ ബൈക്ക് ആക്സസറി ഷോപ്പുകളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് എടുക്കാം. ഞാനിത് ഓൺലൈനിൽ നിന്ന് എടുത്തു. ഓൺലൈൻ നമ്പർ 10-450 രൂപയോളം വ്യത്യാസം വരും. പിന്നെ നോക്കിയെടുത്തില്ലെങ്കിൽ ക്വാളിറ്റി വ്യത്യാസം കുഴപ്പം വരും. പിന്നെ അതുപോലെ തന്നെ ഇത് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസാണ്. ഇതിനൊക്കെ ചിലപ്പോൾ സ്ക്രാച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാകും വരുമ്പോഴത്തേക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഓൺലൈനിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ അത് വലിയ പ്രോബ്ലം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ലൈറ്റ്സിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു DRL ആയിട്ട് യൂസ് ചെയ്യാം, അതായത് ടൈം ഇൻഡിക്കേറ്ററായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് കത്തുന്ന പോലെ തന്നെ ഈ ഇൻഡിക്കേറ്റർ റൈറ്റും ഈ ഇൻഡിക്കേറ്റർ ലെഫ്റ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹസാർഡ് 4 ഇൻഡിക്കേറ്ററായിട്ട് കണക്ട് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇൻഡിക്കേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും
ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഇതാണ് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ബ്രൈറ്റ്നസ്. കാര്യമായിട്ട് ബ്രൈറ്റ്നസ് ഒന്നുമില്ല, LED ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രൈറ്റ്നസ് ഒക്കെ കുറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ വോൾട്ട് LED ആയതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് വലിയ കാര്യമായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ DRL എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് വണ്ടി ഓൺ ആയിരിക്കുന്ന എല്ലാ ടൈമിലും ഇത് ഓണായി കിടക്കും. അപ്പോഴത്തേക്കും ചെറിയ വോൾട്ടാണ് ബാറ്ററിയുടെ ഇതിൻ്റെ LED. അപ്പം ഓണായി കിടക്കുന്നതുകൊണ്ട് ബാറ്ററി കംപ്ലയിൻ്റ് ഒന്നും പ്രത്യേകിച്ച് വരാനൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് ഈ കാണുന്ന ചെറിയൊരു നോബിനെ പറ്റിയാണ്. ഇത് 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഞാൻ എക്സ്ട്രാ സെറ്റ് ചെയ്തേക്കുന്നതാണ്. 200 രൂപയോളമായി. ശരിക്കും മിക്കയിടയിലും ഇത്രയും വിലയൊന്നും ആവത്തില്ല, ഓരോ കടയ്ക്കനുസരിച്ച് വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് സെറ്റ് ചെയ്ത് അത് 2 ഇൻഡിക്കേറ്ററിലൂടെ കണക്ട് ചെയ്തു. പിന്നെ അതുപോലെ ഇപ്പോൾ കാണിച്ച ഹാൻഡിൽ ഗാർഡിൻ്റെ ആ ഒരു LED ഇൻഡിക്കേറ്ററില്ലേ അതിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് 4 ഇൻഡിക്കേറ്റർ സെറ്റ് കഴിയുമ്പോഴുള്ള വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. മാരക ലുക്കായിട്ട് മാറും അന്നേരത്തേക്ക് ഡിയോ. നമ്മൾ നോർമലി എടുക്കുന്ന വണ്ടിയിൽ നിന്ന് വേറെ ലെവൽ ലുക്കിലോട്ടാണ് മാറുന്നത്. ഒരു ബീസ്റ്റ് മോഡെന്നൊക്കെ പറയാം. അത് വൈകിട്ടിട്ടാലേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് സന്ധ്യയായി, അതുകൊണ്ട് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം കാണാൻ പറ്റുന്നുണ്ടല്ലേ. അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും സ്മോക്ക് ചെയ്തേക്കുന്നത്. അത് ഡാർക്ക് ബ്ലാക്ക് വെച്ച് സ്മോക്ക് ചെയ്തേക്കുന്നതാണ്, സ്റ്റിക്കർ ചെയ്തേക്കുന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ ഫുള്ളായിട്ട് സ്മോക്ക് ചെയ്തേക്കുമായിരുന്നു. പിന്നെ വൈറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, ലൈറ്റൊന്നും കാണത്തില്ല. അങ്ങനെ ഇത്രയും ഭാഗം ആദ്യം എന്തുകൊണ്ടാ ചെറിയൊരു റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ്, എന്നിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന് അത്യാവശ്യം വിസിബിലിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല രീതിയിൽ ഒരു വിസിബിലിറ്റി ഒരിക്കലും കിട്ടില്ല. ഒരിക്കലും നല്ല എന്നെ സംബന്ധിച്ച് ഈ ഹെഡ്ലൈറ്റ് എനിക്ക് പറ്റത്തേ ഇല്ല. കാരണം ഞാൻ കണ്ണാടി കൂടെ യൂസ് ചെയ്യുന്നതാണ്. മിറേഴ്സ് അല്ല, സ്പെക്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഈ വെട്ടം പോരാ. എനിക്ക് അത്യാവശ്യം കുറച്ചുകൂടെ നല്ല വെട്ടം വേണം. അപ്പം ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിക്കാം ഇതിൻ്റെ വെട്ടം എങ്ങനെയുണ്ട്. ഇതാണ് ബ്രൈറ്റ് മോഡിലുള്ള ഈ വണ്ടിയുടെ വെട്ടം എന്ന് പറയുന്നത്. ഇതിപ്പം ഫോണിലൂടെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് തോന്നാം. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹോണ്ടയുടെ ഷോറൂമിലോട്ട് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഹോണ്ട ഡിയോ BS4 ആയത് BS4ൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. രാവിലെ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വൈകിട്ട് നിർത്തിയിട്ട് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വണ്ടി ഓടുന്ന തിരക്കുള്ള റോഡിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഒന്നുമില്ല വെട്ടം. ജസ്റ്റ് റോഡൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ ഒരു ഊഹമുള്ളവനെ ഓടിച്ചുകൊണ്ട് അങ്ങ് പോകുക, അത്രേ ഉള്ളൂ. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കുറവ് നികത്താനായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ് ഈ ഒരു ഫോഗ് ലാമ്പ്. ഈ ഫോഗ് ലാമ്പ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെച്ചേക്കുന്ന പൊസിഷൻ്റെ കുഴപ്പമാണ്. ഇതിങ്ങനെയല്ല, തിരിച്ചായിരുന്നു വെക്കേണ്ടത്. ഇതിപ്പോൾ 2 ഇൻഡിക്കേറ്റർ ലൈറ്റായിട്ടാണ്. ഇതിപ്പോൾ അടിക്കുന്ന ഒരെണ്ണം നേരെ താഴോട്ടും, ഈ ഒരെണ്ണം അടിക്കുന്നത് തെങ്ങിൻ്റെയൊക്കെ മുകളിലോട്ടാണ്. ഞാൻ ഈയിടെ റൈഡ് പോയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് ഇതൊരു വീടിൻ്റെയൊക്കെ മുകളിൽ 2ാമത്തെ നിലയിലോട്ടൊക്കെ അടി കിട്ടുന്നത്. അപ്പോൾ ഈ ഫോഗ് ലാമ്പ് ഡയറക്റ്റ് നമ്മൾ ഊരിയിട്ട് ഈ കാണുന്ന 2 സ്ക്രൂ ഇല്ലേ, ഇവിടെ 2 ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടും. ഞാൻ ജസ്റ്റ് ഫോഗ് ലാമ്പ് ഒന്ന് ഓണാക്കി കാണിക്കാം. എവിടെ, ഇതാണ് ഇതിൻ്റെ ലൈറ്റ്. അവിടെ നോക്കിയാൽ കാണത്തില്ലല്ലേ, കണ്ടോ. മറ്റേ ഹെഡ്ലൈറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ലൈറ്റുണ്ട്. അതാ വെച്ചേക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് വേറെ എങ്ങോട്ടൊക്കെയാണ് ലൈറ്റ് പോകുന്നത്. അത് മാറ്റി അവിടെ നിന്ന് കൊടുത്താൽ നല്ല മോഡിഫിക്കേഷൻ ചെയ്ത ഐറ്റംസൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതാ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ ഷോപ്പ് ക്ലൂസിനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉറപ്പായിട്ടും ഉണ്ട്. ഈ ഐറ്റംസൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്നിട്ട് ഷോപ്പുകളിലെ വിലയായിട്ട് കമ്പയർ ചെയ്യുക. എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. കാരണം ഇപ്പോൾ ഡിഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ വിടാനുള്ള പോളിസി ഉണ്ട്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഐറ്റം ഈ ഹാൻഡിലിൻ്റെ അറ്റത്തിട്ടേക്കുന്ന മിറർ. ഈ മിറർ വലിയ വിസിബിലിറ്റി ഒന്നുമില്ല. പിന്നെ മറ്റേ മിററിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെനയുണ്ട് കാണാൻ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെക്കിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല രീതിയിൽ ചെക്കിങ് ഉണ്ടോയെന്നറിയാം. അപ്പം പോലീസ് ചെക്കിങ് പിടിക്കുമ്പോഴത്തേക്കും മിറർ ഉണ്ടാടാന്ന് ചോദിക്കുന്നത്. ഇന്ന മിറർ വേണമെന്നൊന്നുമില്ല, അവർക്ക് മിറർ കണ്ടാൽ മതി. അപ്പോഴത്തേക്ക് ആ ഒരു പേര് മറയ്ക്കാനായിട്ടാണെങ്കിൽ ഓക്കെ മിററുണ്ട്. പിന്നെ ഇതിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരാളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. വണ്ടി നമ്മൾ ഡ്രൈവർ എന്ന് പറയാൻ പറ്റത്തില്ല, ഓടിക്കുന്ന ആൾ മാത്രം ഉള്ളെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ പോരാ, ലോങ് ഒക്കെ പോകാനാണെങ്കിൽ പറ്റുമല്ല. എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് എന്നോട് ചോദിച്ച കാര്യം, ഈ മിറർ എങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് സെറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ലൂസാക്കുക, ഹാൻഡ് ഗാർഡ് ഊരി എടുക്കുക, മിറർ അതിന് ഇടയിൽ വെക്കുക, സ്ക്രൂ കയറ്റി വെക്കുക, ടൈറ്റ് ചെയ്യുക. സിമ്പിൾ കാര്യമോ, അത്രേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ വണ്ടിയെ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ. പിന്നെ ഒരു വർക്ക് കൂടെ ചെയ്തായിരുന്നു. ഞാനിതിൻ്റെ എയർ ഫിൽറ്റർ മാറിയായിരുന്നു. എയർ ഫിൽറ്റർ മാറിയിട്ട് ഏതോ ഒരു എയർ ഫിൽറ്റർ ഞാൻ വെച്ചായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അതിനെ നോക്കിയിട്ട് ഞാൻ ലിങ്ക് ചെയ്യാൻ ഇട്ടേക്കാം. ഓക്കെ. പിന്നെ എയർ ഫിൽറ്റർ മാറി, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫിൽറ്റർ ബോക്സ് മാറിയായിരുന്നു. ഫിൽറ്റർ ബോക്സിന് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഹോൾ ഇടണ്ട, അതിനറ്റത്ത് ഒരു സ്ക്രൂ ഉണ്ട്. ആ സൈഡിലെ ഇവിടെ ആ സൈഡിലായിട്ടൊരു സ്ക്രൂ അഴിച്ചിട്ട് അവിടെ ഒരു പീസ് ഊരി വെച്ചാൽ മതി. ഫിൽറ്റർ ബോക്സിന് ശരിക്കും ഹോൾ ഇടേണ്ട ആവശ്യമില്ല. എനിക്കത് അറിയത്തില്ലായിരുന്നു, ഞാനത് പിന്നെയാണ് കണ്ടത്.
അപ്പോൾ പലർക്കും ഉള്ളൊരു കൺസെപ്റ്റാണ് എക്സോസ്റ്റ് മാറിയാലോ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ മാറിയാലോ വണ്ടിയുടെ മൈലേജ് കുറയുമോ ഇല്ലയോ എന്ന്. അത് ശരിക്കും തെറ്റായിട്ടൊരു കൺസെപ്റ്റാണ്. എന്നെ സംബന്ധിച്ച് എന്നല്ല, പൊതുവേ അത് തെറ്റായിട്ടൊരു കൺസെപ്റ്റാണ്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നമ്മളൊരു എക്സോസ്റ്റ് കയറ്റി, ഇപ്പോൾ SC പ്രോജക്റ്റ് അല്ലെങ്കിൽ ആക്ര പോച്ച് കയറ്റുകയെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഒരു ലോ റേഞ്ചിൽ വലിയ സൗണ്ട് വ്യത്യാസം വരാനില്ല. സാധാ വണ്ടിയുടെ സൗണ്ടൊക്കെ തന്നെ വരത്തുള്ളൂ. അത്യാവശ്യം നല്ല കൈ കൊടുത്ത് പൊളിച്ച് ഓടിക്കുമ്പോഴാണ് അത്യാവശ്യം സൗണ്ട് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഈ സൗണ്ട് കിട്ടാനായിട്ട് കൂടുതൽ നേരം പൊളിച്ച് ഓടിക്കും. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പെട്രോൾ നല്ലോണം കത്തും. അപ്പോൾ മൈലേജ് കുറയും. അതാണ് കൺസെപ്റ്റ്. അല്ലാതെ ഫിൽറ്റർ വെക്കുന്നതോ എക്സോസ്റ്റ് വെക്കുന്നതും മൈലേജും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അത് ശരിക്കും ആൾക്കാരുടെ മിസ്കൺസെപ്റ്റാണ്. പിന്നെ അതുപോലെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഒരു 1.25 ഇഞ്ചോളം പൊക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പൊതുവെ നടുവേദനയുടെ ഒരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ ഒന്ന് വണ്ടി ഓടിച്ചില്ലെങ്കിൽ എൻ്റെ നടു ഷാജിപ്പാപ്പനാകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഒഴിവാക്കാനായിട്ടും പിന്നെ അതുപോലെ കുറച്ചുകൂടെ ഒരു സ്റ്റേബിളായിട്ടുള്ള റൈഡിങ് പോസ്ചർ കിട്ടും. അപ്പം ചെറിയൊരു ഡിയോ ആണ്. ഇതിനൊക്കെ എന്തോന്ന് റൈഡിങ് പോസ്ചർ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഓടിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങളും അതുപോലെയൊക്കെ ഇരിക്കും. കഥയിൽ ചോദ്യമില്ല, അത്രയാണ്. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് ഇവൻ്റെ മൈൻഡ് വരെ നമ്മൾ ചെയ്തില്ലല്ലേ. വൈസർ, ഇത് യൂണിവേഴ്സൽ വൈസറാണ്. നമ്മുടെ ഫേസർ ബൈക്കിലാണെന്ന് തോന്നുന്നു. ഫേസറിൽ വലിയ വിലയൊന്നുമില്ല, 200-220 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാം. ഈ 4 ബോൾട്ട് ഇവിടെ ഇട്ടാൽ മതി. അത് സെറ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. തന്നെത്താനെ ഡ്രില്ലിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തന്നെത്താനെ ഡ്രില്ല് ചെയ്ത് 4 ഹോൾ ഇട്ടിട്ട് ആ ബോൾട്ട് അങ്ങ് കയറ്റിയിട്ടാൽ മതി. അത് വലിയ പാടുള്ള പണിയൊന്നുമില്ല. അപ്പം ഓൾ ടോട്ടലായിട്ട് ലൈറ്റെല്ലാം കൂടെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ ഹെഡ് ലാമ്പ് ഹൈ ബീമിലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫോഗ് ലാമ്പുണ്ട്, ഹസാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക്. കാരണം കൂടുതൽ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് അറിയാവുന്നവരായിരിക്കും. ഓൾമോസ്റ്റ് എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ കാണാൻ വഴിയുള്ളൂ. അങ്ങനെയുള്ളവരാണ് എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുക, ഇല്ലാത്തൊരു കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ, ടാറ്റാ, ഓടിക്കോ.